ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഗോമതി രണ്ടും കൽപ്പിച്ച് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുകയാണ്. വേറെ ഒന്നുമല്ല, ആര്യനെ അടിച്ച് ആര്യന്റെ പരിപ്പ് ഇളക്കിയിരിക്കുകയാണ്. നമ്മുടെ അലോഹു മാത്രമല്ല, അലോഹിന്റെ കൂടെ കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. അലോഹു മാത്രമാണെങ്കിൽ അതിനെ ഒത്തിരി നമുക്ക് എന്താ പറയാ കുറ്റപ്പെടുത്തേണ്ടതില്ലായിരുന്നു. കാരണം സ്വന്തം പെങ്ങളെ തട്ടിക്കൊണ്ട് പോയതാണല്ലോ. മാത്രമല്ല സ്വർണമൊക്കെ കൊണ്ടുപോയി. അപ്പൊ അലോഹു മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതല്ല നമ്മുടെ ഗോമതിക്ക് സഹിക്കാത്തത്. ഗുണ്ടകളെയും കൂടെ വെച്ചുകൊണ്ട് നമ്മുടെ ആര്യനിട്ട് തീർത്തടി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് ചെന്ന് എല്ലാവരെയും വിളിച്ചിറക്കിയ ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടതല്ലേ. അങ്ങനെ എല്ലാവരെയും വിളിച്ചിറക്കിയിട്ട് ഇത് എന്താടാ നീ എന്റെ കുട്ടീനെ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇറങ്ങി വാടാ, ധൈര്യം ഉണ്ട്, നേർക്ക് നേർ വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അവിടുന്ന് അച്യുതനും ആനന്ദനും അതുപോലെ തന്നെ അലോഹും നമ്മുടെ ഗോമതിയുടെ അമ്മയും നാത്തുമാരൊക്കെ കൂടി ഇറങ്ങി ചെന്നിട്ട് എന്താ ഇവിടെ കിടന്ന് നീ എന്തിനാടി അലർന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ഞാൻ അലർന്നത് എന്തിനാണെന്ന് അറിയണമല്ലേ, എന്റെ മോനെ ഇവൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ മകളെ കൊണ്ടുവന്നെന്നും പറഞ്ഞ എന്റെ മകനെ ഇവന് ഗുണ്ടകളെ വിട്ടല്ലായിരുന്നു തല്ലിക്കേണ്ടത്. ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ മകനോട് ഇവന് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടണമായിരുന്നു. ഇതിപ്പം ഗുണ്ടകളെ വെച്ച് എന്റെ മകനെ തല്ലി ചതച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോമതിയുടെ അമ്മ ചോദിച്ചു, അല്ല എന്താ അലോഹി ഞാൻ ഈ കേൾക്കുന്നത്, സത്യമാണോ, നീ എന്തിനാടാ ആര്യനെ തല്ലാൻ പോയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അവനെ പിടിച്ച് ഉമ്മ വെക്കാം, എന്റെ പെങ്ങളെ അവനെ അടിച്ചോട്ട് പോയതും പോരാഞ്ഞിട്ട് അവന് സ്വർണവും എടുത്തോണ്ട് പോയി, എന്നിട്ട് അത് തിരിച്ചു തരാൻ കൂടി അവൻ മനസ്സ് കാണിക്കുന്നില്ലാത്തവനെ എന്താ ചെയ്യേണ്ടത്, അവനെ അടിച്ച് ചതയ്ക്കല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകാശ് പറഞ്ഞു, അങ്ങനെ അടിച്ച് ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നേർക്ക് നേർ നിൽക്കണമായിരുന്നു. അല്ലാതെ കുറെ ഗുണ്ടകളെ കൊണ്ടുവന്നല്ല എന്റെ സഹോദരനെ നിങ്ങൾ ചവിട്ടി താഴ്ത്താനും ചവിട്ടി അരയ്ക്കാനൊക്കെ ഉള്ളത്. അവനൊരു തെറ്റ് ചെയ്തു, അത് ശരിയാ, അത് തെറ്റാണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ അവൻ വിളിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിക്കാൻ അവൻ ധൈര്യം കാണിച്ചില്ലേ, ആ ഒരു ധൈര്യത്തെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ട് അഭിമാനമായിട്ടാണ് കാണുന്നുള്ളെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഇത് വലിയ അഭിമാനമായിരിക്കും. അല്ലെങ്കിലും മക്കളെ വളർത്ത് പിഴപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ ബാലന്റെ ഭാര്യയും കൂടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ എന്റെ ബാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ മിണ്ടിപ്പോകരുത്. എന്റെ ബാലേട്ടനെ ഇതിനിടയിൽ ഇടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിക്കാം. എന്റെ ബാലേട്ടൻ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ അവള് തന്നെ ഇറങ്ങി വന്നതല്ലേ, അല്ലാതെ നിർബന്ധിച്ച് ഇറക്കിക്കൊണ്ട് പോയതൊന്നും അല്ലല്ലോ. ഒരു പെണ്ണും ഒരാണും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, അവര് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ പെണ്ണും കൂടെ കാരണക്കാരിയാ. മിത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ആര്യൻ വിളിച്ചപ്പോ ആര്യന്റെ കൂടെ ഇറങ്ങി ചെന്നത്. അപ്പൊ പിന്നെ എന്റെ മകൻ മാത്രം എങ്ങനെയാ തെറ്റുകാരനാവുന്നതെന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ ഫൈറ്റ് നടക്കാണ്. അപ്പോഴാണ് നമ്മുടെ ബാലൻ വരുന്നത്. അപ്പം ബാലൻ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ദേവമംഗലത്തുകാരെല്ലാം കൃഷ്ണമംഗലത്തിന്റെ വാതയ്ക്ക് പോയി നിൽക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ബാലൻ വരികയാണ്. അപ്പം ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു, കണ്ടില്ലേ ബാലേട്ടാ, ഇവന്മാര് സംസാരിക്കുന്നത് കണ്ടില്ലേ, എന്റെ ഏട്ടന്മാരാണ് പോലും കണ്ണിൽ ചോരയില്ലാത്തവന്മാര് എന്റെ ആര്യനെ തല്ലി ചതച്ച് വെച്ചിരിക്കുക എന്ന് പറഞ്ഞതും വേറെ ഒന്നും കൂട്ടാക്കാൻ നിന്നില്ല, പറയാനൊന്നും നിന്നില്ല. ബാലൻ നേരെ ഇത് കേട്ടതും ദേവമംഗലത്തേക്ക് തന്നെ ഒരക്ഷരം മിണ്ടാതെ കയറിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിക്ക് അങ്ങ് എന്തോ പോലെ പോയി. കാരണം ഗോമതി പ്രതീക്ഷിച്ച് അവിടെ ആര്യനെ തല്ലിയത് കൊണ്ട് നമ്മുടെ ബാലൻ എന്തെങ്കിലും പ്രതികരിക്കുമായിരിക്കുമെന്ന്. പ്രതികരിച്ചതേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിയും മക്കളും ഒക്കെ കൂടി നമ്മുടെ ബാലന്റെ പുറകെ തന്നെ കയറി ചെല്ലുകയാണ്. അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ പറഞ്ഞു, ഇനി നമ്മളിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് അവരെയും വിളിച്ചോണ്ട് ഗോമതിയുടെ അമ്മയും അകത്തേക്ക് കയറിപ്പോയി. അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ബാലൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താ ബാലേട്ടൻ ഈ കാണിച്ചത്, എങ്കിലും ബാലേട്ടൻ ഒന്ന് ചോദിച്ചു പോലും ഇല്ലല്ലോ, നമ്മുടെ ആര്യനെ കണ്ടില്ലേ, അവന് തല്ലി ചതച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്കതിന്റെ കാര്യമൊന്നുമില്ല. ബാലേട്ടനാണ് ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ബാലേട്ടൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുകയും അവരുമായിട്ട് തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലായിരുന്നോ, അന്നൊക്കെ ഞാൻ എതിർത്തിരുന്നു. പക്ഷെ ഇപ്പൊ ആവശ്യമുള്ള കാര്യം വന്നപ്പം ആവശ്യമുള്ള കാര്യം ഇതാണോ ആവശ്യമുള്ള കാര്യം, ഇതൊരിക്കലും ആവശ്യമുള്ള കാര്യമല്ല ഗോമതി. നമ്മുടെ മകൻ ചെയ്തത് തെറ്റ്, അത് തെറ്റ് തന്നെയല്ലേ, അതൊരിക്കലും ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അവരവരുടെ വേദന കാണിക്കുന്നു, അതിന് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവന്റെ സഹോദരീനെ അല്ലേ ഇവൻ പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നത്, അതും പോരാഞ്ഞിട്ട് 100 പവനും. അപ്പൊ പിന്നെ അവൻ പിടിച്ച് ഉമ്മ വെക്കണോ ഇവനെ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല എങ്കിലും ബാലേട്ടൻ എന്താ നമ്മുടെ മകനല്ലേ,
നമ്മുടെ മകനോ? എൻ്റെ മകനൊന്നും അല്ല ഇവന്. എൻ്റെ മകനായിരുന്നെങ്കിൽ ഒരിക്കലും ഇവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നെ അവന് അച്ഛനായിട്ട് അംഗീകരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ അവനിപ്പം ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാ. അതും ഞാൻ ഒന്നും അല്ലാതായിപ്പോയി. ഞാൻ അച്ഛൻ എന്ന സ്ഥാനം എന്തിനു കൊണ്ടു നടക്കണം? ഈ ബാലൻ അങ്ങനത്തെ ഒരു ലേബല് വേണ്ട. ഇനി ബാലൻ അച്ഛനല്ല. ബാലന് നല്ലൊരു അച്ഛനാകാൻ പറ്റില്ലെന്ന് മക്കൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിന് ബാലൻ അങ്ങ് അകത്ത് കയറി പോയിട്ടോ. നമ്മുടെ ആര്യനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അങ്ങനെ ആര്യൻ്റെ അടുത്ത് ഗോമതി എന്നിട്ട് പറഞ്ഞു, മോനിതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മോനെ. അച്ഛൻ്റെ വേദനയ്ക്ക് പറയുന്നതാ. മോനിതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനതിന് കാര്യമായിട്ട് എടുത്തിട്ടില്ലല്ലോ അമ്മ. ഞാൻ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഈ കിട്ടിയതല്ല, അതെനിക്ക് അർഹതപ്പെട്ടതാ. അതെങ്ങനെ മോന് അർഹതപ്പെട്ടതാകും? അല്ല, അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ഇവിടത്തെ എൻ്റെ സഹോദരിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ, ഇങ്ങനെ 100 പവൻ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയാൽ ബാക്കിയുള്ളവരെല്ലാം നോക്കിയിരിക്കുവോ? ഇല്ലല്ലോ. അല്ല, ആകാശേട്ടൻ നോക്കിയിരിക്കുവോ? ആനന്ദേട്ടൻ നോക്കിയിരിക്കുവോ? അതുപോലെ ആരെങ്കിലും ഒക്കെ നോക്കിയിരിക്കുവോ? ഇല്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ അവരുടെ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നപ്പം അവര് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ അവന് ആങ്ങളെയാണോ? അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊന്നും ഇത് കാര്യമാക്കി എടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും അകത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ മോനെ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ ഈ അനുഭവിക്കുന്നത് ഒരിക്കലും ചെയ്യാത്ത തെറ്റിനുള്ള കുറ്റമല്ലേ എന്ന് പറയുമ്പം അത് സാരമില്ലമ്മ. ചെയ്യാത്ത തെറ്റിനുള്ള കുറ്റം അനുഭവിക്കാനായിരിക്കും എൻ്റെ വിധി. അത് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. അതിന് എനിക്ക് വേദനയും പ്രശ്നങ്ങളും ഒന്നുമില്ല. അമ്മയുടെ പേര് ആരും വലിച്ചഴിക്കാൻ പാടില്ല. എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനും അങ്ങ് കയറിപ്പോയിട്ടോ. ഗോമതിക്ക് അങ്ങ് എന്തോ പോലെയായിപ്പോയി. അപ്പൊ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലത്ത് വലിയ പ്രശ്നം നടക്കുക. അപ്പൊ അലോഹിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ അലോഹിനോട് ചോദിക്കുക, നീ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇപ്പം മെക്കിട്ട് കയറാനും അടിക്കാനും ഗുണ്ടകളെ വെക്കാനും പോയത്? എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ എന്താ നോക്കി നിൽക്കണമെന്നാണോ അച്ഛനൊക്കെ ഈ പറയുന്നത്? അപ്പം ഉടനെ ഓടിച്ചെന്ന് അനന്തൻ ഒരു അടി കൊടുത്തു കേട്ടോ. അനന്തൻ ഒറ്റ ഒരു അടി കൊടുത്തപ്പോഴത്തേക്കും വല്യച്ഛൻ എന്തിനാ എന്നെ തല്ലുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ദേ ഇത് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നാ പറയുന്നത്? അവന് മിത്രനെ കൊണ്ടുപോയതും പോരാഞ്ഞിട്ട് ആ 100 പവൻ അവൻ തിരിച്ചു തന്നോന്ന് ചോദിച്ചപ്പം ആ 100 പവൻ എനിക്കറിയാം മേടിക്കാന്. അത് കേസിന്റെ വഴിക്ക് പോയി ഞാൻ മേടിക്കും. കേസിന്റെ വഴിക്ക് പോയാൽ അത് കിട്ടില്ലെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. ഓഹോ, അപ്പൊ അതൊക്കെ നീ അന്വേഷിച്ചിട്ടാണോ ഇറങ്ങി തിരിച്ചത്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ള ഈ കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു വ്യക്തിയും തന്നെ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. ചോദിച്ചറിഞ്ഞിട്ടും മാത്രം ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിലും അമ്മയാ ഇതിനെല്ലാത്തിനും കാരണം. ഗോമതി അടുപ്പിക്കാൻ തുടങ്ങിയത് അമ്മയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയുടെ അമ്മ വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. പ്രതികരിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക്. ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മിത്രേനെയാണ്. അപ്പൊ മിത്ര ഇങ്ങനെ നടന്നു വരുമ്പോൾ മീനാക്ഷിനെയും കൂടെ വഴി കാണുകയാണ്. അങ്ങനെ മീനാക്ഷിയും മിത്ര ഒരുമിച്ച് നടന്നു വരുന്നു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇത് എന്തി ആര്യനെ കാണുന്നില്ലല്ലോ, നിങ്ങൾ രണ്ടും ഒരുമിച്ച് പോയതല്ലായിരുന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഞാൻ തന്നെ ഇങ്ങ് പോന്നു. ഇനിയിപ്പോൾ ഒരുമിച്ച് പോയി ഓർത്തുകൊണ്ട് സ്നേഹമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പം എവിടെയെങ്കിലും മാറി നിന്ന് കരഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ എന്താ മോളെ നീ പറയുന്നത്? അല്ല, ഞാൻ എന്തിനു ഇതൊക്കെ പറയാതിരിക്കണം? അത്രയ്ക്കും അനുഭവിച്ചു ഞാൻ. അതുമല്ല, ആര്യനെ കുറ്റപ്പെടുത്താനും പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരു വിഴുപ്പ് ചുമക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു പുരുഷനും ആഗ്രഹിക്കാത്ത കാര്യമല്ലെന്ന് പറയുമ്പോൾ എന്ത് വിഴുപ്പിന്റെ കാര്യമാണ് നീ പറയുന്നത്? നിനക്കൊരു തെറ്റു പറ്റിപ്പോയി, അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ മോളെ നീ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ടല്ലേ. ഞാനേ ചില സമയത്ത് ഓർത്തു പോവുക, വലിയ സന്യസിക്കാൻ പോയി എവിടെയെങ്കിലും ഇരുന്നാലോ എന്ന്. അല്ലാതെ ഇങ്ങനെ ഒരു കുടുംബജീവിതം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എന്തോ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്കും തോന്നുന്നത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല മീനാക്ഷി ചേച്ചി എന്ന് പറയുമ്പം നീ സമാധാനമായിട്ട് ഇരിക്കും മോളെ. ഞാൻ പറഞ്ഞല്ലോ, ദേ ഈ വലിയ ആൾക്കാരൊക്കെ പറയൂലോ ഇതും കടന്നു പോകുന്നു, അതുപോലെ ഇതും കടന്നു പോകും. നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ കടന്നുപോയി നല്ല കാലം ഒരിക്കലും നമുക്ക് വരും. അത് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുള്ളതാ. ഏത് മനുഷ്യന്മാരുടെ ജീവിതം എടുക്കുവോ അതിലൊക്കെ ഉള്ളതാ. ഇനിയിപ്പം നല്ല കാലമാണെങ്കിൽ അത് കടന്നുപോയി കഷ്ടകാലവും വരാറുണ്ട്. അപ്പൊ അതൊക്കെ മോൾ അങ്ങനെയൊക്കെ കണ്ടാൽ മതി. അല്ലാതെ മോള് വേറൊരു രീതിയിലും കാണുമൊന്നും വേണ്ട. അല്ല, ആര്യൻ എവിടെ പോയി? അത് ആര്യൻ എന്നെ രാവിലെ തന്നെ കൊണ്ടുവിട്ടായിരുന്നു. പക്ഷെ വഴിയിൽ വെച്ച് എന്നെ ഇറക്കി വിടുക ചെയ്തത്. വഴിയിൽ വെച്ച് ഇറക്കി വിട്ടെന്നോ? അതെ, ആ ഗേറ്റ് കടന്നപ്പോൾ തന്നെ എന്നെ ഇറക്കി വിട്ടു. പിന്നെ ഇറക്കി വിട്ടോണ്ട് ഞാൻ തർക്കിക്കാനൊന്നും നിന്നില്ല ചേച്ചി. ഞാൻ പെട്ടെന്ന് അങ്ങ് പോയി. എന്തിനാ തർക്കിക്കുകയും ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്? അവനവനും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വയമേ തോന്നി ഇഷ്ടപ്പെടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ആര്യൻ അവിടെ മുറിവും കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഓടി മീനാക്ഷി എന്നിട്ട് ഇത് എന്ത് പറ്റി ആര്യാന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മിത്ര ഓടി ചെന്ന് മിത്രയ്ക്കും അങ്ങ് എന്തോ പോലെ ഇപ്പൊ എന്താ പറ്റിയ ആക്സിഡന്റ് വല്ലതും നടന്നോ എന്നൊക്കെ മീനാക്ഷി ചോദിച്ചു.
ചോദിച്ചപ്പം അവിടെ ഇരുന്ന് ആകാശ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും നമ്മുടെ മീനാക്ഷി ഓഹോ എങ്കിൽ പിന്നെ അങ്ങോട്ടേക്കൊന്ന് ചെന്നിട്ട് തന്നെ കാര്യം ചോദിക്കണമല്ലോ, എല്ലാം ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ എന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ എന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് വിചാരിച്ചോ? ബാ മിത്രേ നമുക്ക് പോകാന്ന് പറയുമ്പോൾ മിത്രയും പറഞ്ഞു ബാ ഞാനും പോയി ചോദിക്കാന്ന് പറഞ്ഞു. ഇവർ ചോദിക്കാൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആനന്ദം പറഞ്ഞു വേണ്ട, പോയി ചോദിക്കൊന്നും വേണ്ട, ഇവിടെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ചെന്ന് ചോദിച്ചായിരുന്നു. അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ടേക്കൊന്നും പോകണ്ടെന്ന്. അമ്മ ഏതായാലും ഒരു പൂജ നടത്താൻ വേണ്ടി പോയേക്കുക എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ മിത്രയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോവുകയാണ്. കാരണം മിത്ര കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഓർത്തിട്ട്. അങ്ങനെ മിത്ര ചോദിച്ചു അല്ല ആര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഏട്ടാന്ന് ചോദിച്ചു നമ്മുടെ ആനന്ദനോട്. അപ്പൊ ആനന്ദം പറഞ്ഞു ആ കൊണ്ടുപോയി, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആര്യൻ ഇങ്ങനെ മിത്രനെ തന്നെ നോക്കിയിരിക്കുന്ന ആ ഒരു സീന് കാണിച്ചാണ് അവസാനിക്കുന്നത്. മിത്രയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു കുറ്റബോധം, താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നതും ഈ വീട്ടുകാർ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ഇന്ന് ഓർത്തിട്ട് ഭയങ്കര ഒരു സങ്കടം വരികയാണ്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും കാത്തിരുന്നതിനെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ബാലൻ അങ്ങനെ ആര്യനെ മറക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മുടെ ആര്യന് ഇപ്പോഴും സ്നേഹം തന്നെയാണ് ആര്യനോട് ബാലനുള്ളത്. അതേതായാലും പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാട്ടോ. അപ്പൊ ഏതായാലും കഥ നല്ല രീതിയിലാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. ആദ്യമൊക്കെ ബോറായിരുന്നെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ കഥ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്നും ഗോമതിയുടെയും ബാലന്റെയും കഥ ഇടുന്നുണ്ട്. അപ്പൊ എന്നും ഇടുന്നത് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്നും ഇടുന്നത്. രാവിലെ ഇടുന്ന കഥ രേവതിയുടെയും സച്ചിയുടെയും അത് നമ്മൾ 6:50 ഇടും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പം പുതിയതായിട്ട് തന്നെ ആദർശിന്റെയും നയനയുടെയും കഥ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്നും നമ്മൾ രാവിലെ ഒരു 7:30 ആകുമ്പോൾ എന്നും ഇടും കേട്ടോ. ഇനി എന്നും നമ്മുടെ ആദർശിന്റെയും നയനയുടെയും കഥ ഇടുന്നതായിരിക്കുമേ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ കഥ കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് നിങ്ങളെന്ന് നമുക്കറിയാം. ഏതായാലും നമ്മുടെ കഥയൊക്കെ ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. നമുക്കതൊക്കെ തിരുത്തി നല്ല രീതിയിൽ തന്നെ കഥയുമായി മുന്നോട്ടേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.